ഹലോ ഫ്രണ്ട്സ്, ഈ 2026 കേരള നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പിൽ സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ നിറഞ്ഞു നിൽക്കുകയാണ്. വീഡിയോയുടെ അവസാനം ഒരു സർപ്രൈസ് സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയുടെ എൻട്രിയെ കുറിച്ചുകൂടി പറയാനുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, അതുപോലെ തന്നെ ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ നിലവിലുള്ള സ്ഥാനാർത്ഥികളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പാലക്കാട് നിന്ന് നടനും സംവിധായകനും എഴുത്തുകാരനും കൊമേഡിയനും ഒക്കെ ആയിട്ടുള്ള രമേഷ് പിഷാരടി, തിരുവനന്തപുരത്ത് നിന്ന് കരമനയുടെ മകനും നടനുമായിട്ടുള്ള സുധീർ കരമന, അഞ്ജലി നായർ തൃപ്പൂണിത്തുറയിൽ നിന്നും, തൃക്കാക്കരയിൽ നിന്നും ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അഖിൽ മാരാർ തുടങ്ങിയവരാണ് പ്രധാന സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ. തൃശൂർ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ കടന്നുവരവാണ് സെലിബ്രിറ്റികളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളെ കൂടുതലായിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഗണേഷ് കുമാർ MLA-യുമായിട്ടുണ്ട്. അതേപോലെ തന്നെ മുകേഷ് 2 തവണ MLA ആയിട്ടുണ്ട്. ഇന്നസെന്റ് MP-യുമായിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ സുരേഷ് ഗോപി ഒഴിച്ച് മറ്റാരും ഒരു സൂപ്പർ സ്റ്റാർ പദവിയുള്ള ആളുകളൊന്നുമല്ല. അതിനാൽ സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിലും രാഷ്ട്രീയവും വികസനവും തന്നെയാണ് ഇവരുടെയൊക്കെ വിധി നിർണയിക്കുന്നത്. അല്ലാതെ തമിഴ്നാട് പോലെയോ തെലുങ്കാന പോലെയോ ഒക്കെ സൂപ്പർ സ്റ്റാറുകളെ ആരാധിച്ചിട്ട് MGR-നെ പോലെയോ വിജയകാന്തിനെ പോലെയോ വിജയ് പോലെയോ ഒക്കെ ഒരു ഫാൻ ഫോളോ ഇവിടെ ആർക്കും അങ്ങനെ ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ എളുപ്പത്തിൽ കടന്നു വരാൻ വേണ്ടി പറ്റില്ല. അതിനാൽ തന്നെയാണ് പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സൂപ്പർ സ്റ്റാറുകൾ പരമാവധി വിട്ടുനിൽക്കുന്നത്. 1999 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മുരളി മത്സരിച്ചിട്ടെങ്കിലും VM സുധീരനോട് അദ്ദേഹം പരാജയപ്പെട്ടു. രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങി സ്വന്തം ആരോഗ്യനില തന്നെ വഷളായി മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന വ്യക്തിയാണ് പ്രേം നസീർ. ഇവരെ കൂടാതെ നിരവധി സംവിധായകരും എഴുത്തുകാരും ഒക്കെ കേരളത്തിൽ ജനവിധി തേടിയിട്ടുണ്ട്. SK പൊറ്റക്കാട് തലശ്ശേരിയിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ലോക്സഭയിലേക്ക് വിജയിച്ചിട്ടുണ്ട്. കമല സുരയ്യ എന്ന മാധവിക്കുട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. എഴുത്തുകാരനും ബ്യൂറോക്രാറ്റും പ്രാസംഗികനുമൊക്കെ ആയിട്ടുള്ള ശശി തരൂർ നിലവിൽ തിരുവനന്തപുരത്തെ MP ആണ്. പൊതുവിൽ കേരളത്തിൽ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ മുൻനിര താരങ്ങൾ രാഷ്ട്രീയത്തിലിറങ്ങി സ്ഥാനാർത്ഥികളാകാൻ മത്സരിക്കുന്നതിന് മടി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സുരേഷ് ഗോപി പോലും ഏറെക്കുറെ അദ്ദേഹത്തിന്റെ സിനിമകളുടെ പരാജയ ഘട്ടത്തിലാണ് രാഷ്ട്രീയത്തിലേക്ക് സജീവമായിട്ട് ഇറങ്ങുന്നത്. അതായത് പൊതുവിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിന് കേരളത്തിലെ ജനങ്ങൾ വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. വെറും ഒരു സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ സെലിബ്രിറ്റികളെയും കാണുന്നത്. ഇവിടെ നമ്മൾ സ്പോർട്സ് താരങ്ങളെ പറ്റിയിട്ട് ഒന്നും പരാമർശിച്ചിട്ടില്ല. PT ഉഷയും ശ്രീശാന്തും IM വിജയനും അടക്കമുള്ള സ്പോർട്സ് താരങ്ങളുടെ രാഷ്ട്രീയത്തിനെ പറ്റി മറ്റൊരവസരത്തിൽ പറയാം. ഇനി ഞാൻ പറയാൻ വെച്ചിരിക്കുന്ന സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകാം, തിരുവല്ലയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ചെകുത്താൻ എന്നറിയപ്പെടുന്ന അജു അലക്സ് മത്സരിക്കുന്നു. എന്താ സർപ്രൈസ് ആയോ? ചിലരെങ്കിലും നേരത്തെ തന്നെ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും. ഇനിയിപ്പോൾ ആറാട്ടണ്ണനും അലൻ ജോസ് പെരേരയും ഒക്കെ ഇനി മത്സരിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ വേണ്ടി പറ്റും. എന്തായാലും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ് ഏത് പൗരന്മാർക്കും ജനവിധി തേടാം. 25 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് MLA ആയിട്ട് മത്സരിക്കാം. അതുകൊണ്ട് തന്നെ ആര് വേണമെങ്കിലും മത്സരിക്കട്ടെ, ഇഷ്ടപ്പെട്ടവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ, ജനാധിപത്യം വിജയിക്കട്ടെ.